പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് 40-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. 40-ാം സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ 3 പ്രധാന വിഷയങ്ങളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ലഭിക്കുന്ന സുരക്ഷിതമായ ജീവിതം. 2, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ലഭിക്കുന്ന സംതൃപ്തിയുള്ള ജീവിതം. 3, ഒരു ദൈവ പൈതലിന് ലഭിക്കുന്ന സമർപ്പണ ജീവിതം. സ്തോത്രം. ഒന്നാമത് നാം പറഞ്ഞത് സുരക്ഷിതമായ ഒരു ജീവിതം. സങ്കീർത്തനക്കാരൻ അതിന്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത അസ്ഥിരമായ അനുഭവത്തിൽ നിന്നും സ്ഥിരതയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്ഥിരതയുടെ ആത്മാവാണ്, സുബോധത്തിൻ്റെ ആത്മാവാണ്, നടത്തുന്ന ആത്മാവാണ്. സ്തോത്രം. നമുക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ചഞ്ചലപ്പിനെ മാറ്റി, നമ്മുടെ അസ്ഥിരതയെ മാറ്റി, അല്ലെങ്കിൽ നമ്മുടെ അവിശ്വാസത്തെ മാറ്റി ദൈവം ഒരു വിശ്വാസ ജീവിതം നൽകാൻ പോകുകയാണ്. നാശകരമായ കുഴി എന്ന് പറഞ്ഞാൽ അത് ഉറപ്പില്ലാത്തൊരു അനുഭവം. ആ സാഹചര്യത്തിൽ നിന്നും ദൈവം കരം പിടിച്ച് നമ്മളെ ഉയർത്തി സ്ഥിരതയോടെ നിൽക്കാനുള്ള ഒരു ദൈവകൃപ ദൈവം ഇന്ന് പകൽക്കാലം നൽകാൻ പോകുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ കാറ്റിനനുസരിച്ച് ആടുന്നതായ ഒരു വൃക്ഷക്കൊമ്പ് പോലെയാണോ നിങ്ങൾ? എന്ത് ചെയ്യണമെന്നോ സ്റ്റേബിളായ ഒരു തീരുമാനം എടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. എവിടെയാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് ജോലിയാ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ബിസിനസ്സാ തുടങ്ങേണ്ടത്, എങ്ങോട്ട് പോയാൽ അത് രക്ഷ കിട്ടും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്കൊരു സ്ഥിരത നൽകാൻ പോവുകയാണ്. നിങ്ങൾ കർത്താവിലൊന്ന് വിശ്വസിച്ചാട്ട് ദൈവവേദനയെ നമുക്ക് സ്ഥിരത ദൈവം നൽകും. ഒന്നിനാലും തളർന്നു പോകരുത്, വ്യാകുലപ്പെട്ടു പോകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, ഏത് വഴിയെ പോകണമെന്ന് വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് വഴികാട്ടിയായി നിങ്ങൾക്ക് മുൻപിൽ ഞാനൊരു ദൂതനെ അയക്കുന്നു, അവനോട് നിങ്ങൾ വിഘടിക്കരുത്, അവൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക. ഈ പകൽക്കാലം ദൈവം പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഒരു സ്ഥിരത തരും. നിങ്ങളുടെ അസ്ഥിരമായ അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത ജീവിതത്തിനകത്ത് ഒരു അടിസ്ഥാനമിട്ട് പാറമേൽ പണിതൊരു വീട് പോലെ ദൈവം നിങ്ങളെ ആക്കി വെച്ച് സകല പ്രതികൂലത്തിന്റെ കാറ്റുകളും നിങ്ങൾക്കെതിരായി അടിക്കുമ്പോൾ ആ പ്രതികൂലത്തിൽ നിങ്ങൾ വീണുപോകാതെ വേണം നിങ്ങളെ സ്ഥിരതയോടെ നിർത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിൽ നിങ്ങളൊന്ന് വിശ്വസിക്കുക. ദൈവം ഉറപ്പിന്റെ ദൈവമാ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ നമ്മെ കരം പിടിച്ചുയർത്തി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് നൽകുന്ന ആ ദൈവത്തിൽ, ഈ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ഇന്ന് പകൽക്കാലം തയ്യാറായാൽ നിങ്ങളുടെ എല്ലാ വഴികളിലും ആവശ്യങ്ങളിലും ദൈവ സാന്നിധ്യം ഉണ്ടാകും. ആകയാൽ ഈ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എന്റെ കുറവുകളെ ക്ഷമിച്ച് ഇന്നത്തെ പകൽക്കാലം എനിക്ക് ഉറപ്പുള്ള ഒരു ജീവിതം എനിക്ക് നൽകണം. വഴിവെഴുപ്പിൽ നിന്നും എന്നെ മാറ്റി എന്നെ സ്ഥിരമായ ഒരു ജീവിതാനുഭവത്തിലേക്ക് ദൈവമേ എന്നെ എത്തിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കണ്ണുനീരിനെ തുടച്ച് ദൈവം ഒരു വിശാലത നൽകും. ആ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം ഉറപ്പ് നൽകും. വിശ്വസ്തതയാണ് ദൈവം. ദൈവം നിങ്ങൾക്ക് സ്ഥിരത നൽകും. നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തെന്ന് ദൈവാത്മാവിന്റെ പകൽക്കാലം കാണിച്ചു തരും. ഉറപ്പോടെ വിശ്വസിക്കുക. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.